ഹേയ്, അസ്സലാമു അലൈക്കും. എങ്ങനെ നമ്മുടെ പടച്ച റബ്ബിന്റെ സ്നേഹം നേടാം എന്ന് നോക്കിയാലോ? നിങ്ങൾക്കറിയോ നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്? നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരായിക്കോട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് വിഷമമുള്ളവരായിക്കോട്ടെ, ആൻഡ് അള്ളാഹു നമ്മളോട് ഖുർആനിൽ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അള്ളാഹുവിന് ഇഷ്ടമാണ് ആരാണോ അള്ളാഹുവിനോട് നിരന്തരം പൊരുത്തം ചോദിക്കുന്നതും അവരെ തന്നെ ശുദ്ധിയാക്കുന്നവരെയും. ഇനി എങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം നേടാം എന്ന് നോക്കാം. ഫസ്റ്റത്തെ ടിപ്പ്, നിങ്ങൾ നിരന്തരം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുക. അത് സിൻസിയറായിട്ട് പറയണം. നമ്മൾ ആത്മാർത്ഥതയോട് പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുള്ളൂ. ഒരിക്കലും നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ഒരു വല്ലാത്ത സമാധാനവും അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് ഒരുപാട് ക്ലിയർ ആവാനും സഹായിക്കും. നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുലേക്ക് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു നമ്മളെ ഡീപ്പായിട്ട് നമ്മളെ ഇഷ്ടപ്പെടും. നമ്മൾ ചെറുതായിട്ടൊന്ന് തഹജ്ജുദ് നിസ്കരിക്കുക. അതിപ്പോൾ ജസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലായാലും നല്ല ശാന്തതയുള്ള രാത്രിയിൽ ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹു വിളിക്കുകയാണ്, ആരാണ് എന്നോട് ചോദിക്കുന്നത് എന്നാൽ ഞാൻ അവനിക്ക് കൊടുക്കാം, ആരാണ് എൻ്റെ പൊരുത്തം ചോദിക്കുന്നത് എന്നാൽ ഞാൻ അവനിക്ക് പൊരുത്തം കൊടുക്കാം. ഇത് നമ്മുടെ ഹദീസിലുള്ളതാണ്. ജസ്റ്റ് നമ്മൾ 15-20 മിനിറ്റ് സുബഹിക്ക് മുന്നേ നേരത്തെ എണീക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു രാത്രിയിൽ ലോകം മൊത്തം ഉറങ്ങുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്നവനെ. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം. നമ്മൾ ഖുർആനിൽ നിന്ന് ഒരായത്താണെങ്കിലും അതെങ്കിലും നമ്മൾ ഓതുക. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഓതാൻ സ്റ്റാർട്ട് ആക്കുമ്പോൾ അത് കൂടുകയുള്ളൂ. നിങ്ങൾക്ക് ഖുർആൻ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഓതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരിക്കലും നിങ്ങൾ വെറി ചെയ്യരുത്. അള്ളാഹു നിങ്ങളുടെ എഫേർട്ടൊക്കെ കാണുന്നുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഖുർആനാണ് അള്ളാഹുവിൻ്റെ കത്ത്, നിങ്ങളിലേക്കുള്ള കത്താണ് ഖുർആൻ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹമാണ് ഏറ്റവും ശക്തമായത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് നമ്മളത് ഓതാൻ മാത്രമല്ല, പക്ഷെ അതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ആയത്താണെങ്കിലും ആ ആയത്തിൻ്റെ അർത്ഥം കൊണ്ട് നമുക്ക് ചിലപ്പോൾ അള്ളാഹുലേക്ക് അടുക്കപ്പെട്ടേ. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രയും പറയുക. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ഒരു ദിക്റ് നമ്മുടെ ഹൃദയത്തിനെ ക്ലീൻ ചെയ്യുന്ന പോലെയാണ്, നമ്മളുടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്ന പോലെ. അതേപോലെ തന്നെ നല്ല കൂലി ലഭിക്കുന്ന ഒരു ദിക്റും കൂടിയാണിത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ദിക്റ് ചൊല്ലാം. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് വഴിയിലൂടെ നടന്നു പോകുമ്പോഴോ അങ്ങനെ ഏത് സമയമായിക്കോട്ടെ നമ്മൾ സിൻസിയറായിട്ട് പറയാം. നമ്മൾ മറ്റുള്ളവർക്ക് പൊരുത്തം കൊടുക്കുക, അവരത് അർഹിക്കുന്നില്ലെങ്കിലും. അപ്പോൾ നമുക്ക് കുറച്ച് വേദനിച്ചേക്കാം, പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് പൊരുത്തം കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആവുന്ന പോലെയാണ്. ആൻഡ് അള്ളാഹുവിൻ്റെ കരുണ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. ഈവൻ നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ മറ്റുള്ളവർക്ക് പൊരുത്തം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയാം, നമ്മൾ മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക. നമ്മളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈവൻ പുഞ്ചിരി പോലും ഒരു ചാരിറ്റിയാണ്, പുഞ്ചിരി പോലും ഒരു സ്വതക്കാണ്. അത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് നമ്മളെ ഉമ്മയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത സ്ട്രേഞ്ചറിനോടായാലും അത് അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മളുടെ മനസ്സിന് ഒരു ജോയ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കണ്ണിൽ വലുതാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് പറയാം, നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം. എന്ത് വന്നാലും നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ കടന്നു വന്നാലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സറിഞ്ഞ് പറയണം. സൂറത്തുൽ ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നോട് നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും. സോ നമ്മൾ നിരന്തരം അള്ളാഹുവിനെ പ്രൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി നെക്സ്റ്റ് പറയാം, നിങ്ങളൊരു തർക്കത്തിൽ അതായത് ഒരു ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ മറ്റുള്ളവരെ നിങ്ങളെ തെറ്റായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കാമായിട്ട് നിൽക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്വഭാവം ഇതുതന്നെയാണ്, നമ്മൾ ജെന്റിലായിട്ട് സമാധാനപരമായി നിൽക്കുക. ഈവൻ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ദേഷ്യത്തിൽ തിരിച്ചു പറയാനും പ്രതികാരം വീട്ടാനൊക്കെ അവസരം ഉണ്ടായിട്ടും നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. നെക്സ്റ്റ് ടിപ്പ് പറയാം, നിങ്ങളുടെ ഗുഡ് ഡീഡ്സ് അതായത് നിങ്ങളുടെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്യുക. നിങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, എന്നിട്ട് നമ്മളത് സീക്രട്ട് ആയിട്ട് അള്ളാഹുവിനിടയിലും നമുക്കിടയിലും വെക്കുക. നമ്മളങ്ങനെ ആൾക്കാരോട് ഇത് പറഞ്ഞു വെക്കാതെ
നമ്മളും അള്ളാഹും തമ്മിലുള്ള ഒരു സീക്രറ്റ് ആയിട്ട് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് പറയാം. നിങ്ങൾക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക. ഖുറാനിൽ പറയുന്നുണ്ട്, ആരാണോ അവരുടെ സ്വയം ദേഷ്യം കൺട്രോളാക്കി വയ്ക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നത്, ആൻഡ് അള്ളാഹുവിന് ഇങ്ങനെ ചെയ്യുന്നവരെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ദേഷ്യം ഇങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ ദേഷ്യത്തിലാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും. എന്നിട്ട് പിന്നീട് നമുക്ക് തന്നെ തോന്നും, ഓ അത് വേണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദേഷ്യത്തിലാവുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുക. ഒന്നുകിൽ നല്ലത് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുക. എസ്പെഷ്യലി നമ്മൾ സുബഹിൻ്റെ തൊട്ട് മുന്നേയുള്ള 2 റക്അത്ത് നിസ്കാരം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സുബഹിക്ക് മുന്നേയുള്ള 2 റക്അത്ത് ആരാണോ നിസ്കരിച്ചത് അവർക്ക് ഈ ലോകത്തുള്ള എല്ലാം ഉള്ളതുപോലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു റിവാർഡിനെ പറ്റിയിട്ട്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് അത് പ്രേ ചെയ്താൽ ഒരുപാട് കൂലി നമുക്ക് ലഭിക്കും. ഇനി നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ബിസ്മി കൂട്ടി ചെയ്യുക. ജസ്റ്റ് ബിസ്മില്ല എന്ന് പറയുക, അതിലൊരു ബറക്കത്തുണ്ട്. ആൻഡ് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ആരാധനയായിട്ട് ഉൾപ്പെടുത്തും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു തരം ബ്ലെസ്സിങ് ഉണ്ട്. ഇനി ലാസ്റ്റത്തെ ടിപ്പ് പറയാം. നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടാണെങ്കിലും നമ്മളെ ഹൃദയം സോഫ്റ്റായിട്ട് വെക്കുക. ചിലപ്പോൾ നമ്മൾ ആൾക്കാർ ബെട്രേ ചെയ്തിട്ടുണ്ടാവും, അതായത് നമ്മളെ ചതിക്കപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് നിരന്തരം കളവ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും മറ്റുള്ളവരുടെ ഈ ഒരു ആക്ട് കാരണം നമ്മളുടെ ഹൃദയം ഹാർഡാവാൻ പാടില്ല. എപ്പോഴും നമ്മൾ സോഫ്റ്റായിട്ട് വെക്കുക, എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് പൊരുത്തം കൊടുക്കുക, കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ അള്ളാഹുലേക്ക് വിശ്വസിക്കുക. ജസ്റ്റ് ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പതിയെ പതിയെ നിങ്ങൾ ബെറ്റർ ആവാൻ തുടങ്ങും. ആൻഡ് നിങ്ങളും ഞാനും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഓൾറെഡി അള്ളാഹുവിൽ നിന്ന് സ്നേഹിക്കപ്പെട്ടവരാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ആൻഡ് മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.